ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആധാർ ഇയർലി ആക്സസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവർക്കും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കും. ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഐഡന്റിറ്റി കാർഡാണ്. പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് തുടങ്ങിയതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആധാർ കാർഡ് ഉണ്ടായിരിക്കൽ നിർബന്ധവുമാണ്. അപ്പോൾ നമ്മളിപ്പം പല സ്ഥലത്തോട്ടും ട്രാവൽ ചെയ്യാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ആധാർ കാർഡ് നമ്മൾ സൂക്ഷിച്ച് പേസിൽ നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നതും നമ്മളെപ്പോഴും നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ എടുക്കാത്ത ഒരു വ്യക്തികൾ ആരും ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ആധാർ പെട്ടെന്ന് ഇയർലി ആക്സസ് ചെയ്യാൻ വേണ്ടി ആധാറിൻ്റെ തന്നെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ 16 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കാണുന്ന കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യലോടുകൂടി ഇതുപോലെ ഒരു പേജ് ആയിരിക്കും. അതായത് നമ്മുടെ മൊബൈലിലെ നോർമൽ മെസ്സേജ് ആപ്ലിക്കേഷനിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെൻഡ് ചെയ്യുക. ഓക്കെ, സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ആ നമ്പറിൽ OTP, അതായത് SMS പോകാനുള്ള ഒരു എന്തുണ്ടായിരിക്കണം, ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പം നിങ്ങൾ 2 സിം യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഏത് സിമ്മാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതായത് SMS പോലുള്ള ആ സിം നിങ്ങൾ അവിടെ സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സിം സ്വിച്ച് ചെയ്യാനായിട്ട് മുകളിലായിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സിം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റും SMS അയക്കുന്നതിന്റെ. ഇപ്പോൾ ഞാനിപ്പം ഒരു SMS ഇവിടെ അയച്ചിട്ടുണ്ട്. എൻ്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെയാണ് SMS പോയിട്ടുണ്ട്. ഓക്കെ, SMS പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലോട്ട് തന്നെ റീഡയറക്റ്റ് ആവുക. ശേഷം ഇതുപോലെ ലോഡിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾ ഏത് സമയത്ത് ചെയ്യാൻ നോക്കണം, ഒന്ന് ഈ പുലർച്ചെ അല്ലെങ്കിൽ നൈറ്റ് പറഞ്ഞാൽ ലേറ്റ് നൈറ്റിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ലാഗ് അടിച്ച് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഫേസ് ഒതന്റിക്കേഷൻ അഡ്വൈസസ്. ഓക്കെ, നമുക്ക് തന്നെ ഫേസ് ഒതന്റിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു സർക്കിൾ കാണാൻ സാധിക്കും. സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫേസ് വെക്കണം. അതുപോലെ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാപ്പ്, ഗ്ലാസ്, ഇതെല്ലാം നമ്മുടെ ഊരി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫേസിനുള്ളിൽ നമുക്ക് നമ്മളെ ഐ ബ്ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ഒരു ടിക്ക് മാർക്ക് വെക്കിയതിനു ശേഷം പ്രൊസീഡിന് ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി നമുക്ക് ഇതുപോലെ സർക്കിൾ വന്നിട്ടുണ്ട്. സർക്കിൾ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹെഡ് നമ്മൾ കറക്റ്റ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കണ്ണൊന്നും ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സാഹചര്യം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ ആധാർ കാർഡിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ ഫേസ് ഒതന്റിക്കേറ്റഡ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 6 ഡിജിറ്റ് പിന്ന് സെറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാനിവിടെ 6 ഡിജിറ്റ് പിന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം അത് കൺഫേം ചെയ്യുന്നുണ്ട്. ശേഷം ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ആധാർ കാർഡ് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അത് നിങ്ങൾ മസ്റ്റായി ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കൊരു QR കോഡ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആധാർ കാർഡിന് നമ്മുടെ QR കോഡാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. താഴത്തായിട്ട് ഷെയർ ID എന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാപ്പ് ടു റിവീൽ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ റിവീൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അഡ്രസ്സ് ഉണ്ടാകും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ ഉണ്ട്, നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഉണ്ട്, നിങ്ങളുടെ ഫുൾ നെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ID ആക്റ്റീവ് ആണ്, അതാണ് ഗ്രീൻ മാർക്ക് കാണിക്കുന്നത്, ഗ്രീൻ ടിക്ക് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ ടിക്ക് കാണിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ നിങ്ങൾ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് ആർക്കും കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആധാർ കാർഡ് നമ്പർ നിങ്ങൾക്ക്
ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് മാസ്ക് എന്ന ബട്ടൺ, താഴത്ത് കാണുന്ന മാസ്ക് എന്ന ബട്ടൺ, അത് ഞാൻ അൺമാസ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തോട് കൂടി നമുക്ക് അൺമാസ്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ മാസ്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് എൻ്റെ 4 ഡിജിറ്റ് മാത്രമായിരിക്കും അവസാനത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് താഴത്തുള്ള ഓപ്ഷൻ മുകളിലോട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഷെയർ ID കാണാൻ സാധിക്കും. നമ്മുടെ ID നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്കാൻ QR കോഡ്, അതായത് മറ്റുള്ള ആളുടെ വാട്സപ്പ്, ആധാർ കാർഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ സ്കാൻ QR എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കും. നമ്മുടെ ആധാർ കാർഡുമായി വെച്ചുകൊണ്ട്, ആധാർ കാർഡ് ലിങ്ക് ചെയ്തുകൊണ്ട്, ആധാർ കാർഡ് ഒതന്റിക്കേറ്റ് ചെയ്തുകൊണ്ട് റീസെന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് ആധാർ കാർഡുമായി എന്തൊക്കെ സർവീസസ് ചെയ്തിട്ടുണ്ടോ ആ സർവീസസിന്റെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് ഒതന്റിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ ഡേറ്റും സമയവും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ഒരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ, ആധാർ കാർഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ആധാർ കാർഡ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ആധാർ കാർഡിൻ്റെ സകല ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ സാധിക്കും. QR കോഡ് അടക്കി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ QR കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരാളുടെ ഈ ആധാർ കാർഡ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ ആഡ് അനദർ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു വ്യക്തിയുടെ ആധാർ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട്, അതായത് ആധാർ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ, അതായത് നിങ്ങളൊരു ഫാദർ ആണെന്നെങ്കിൽ നിങ്ങൾ ആ ഫാദർ, നിങ്ങൾ ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികളുടെയും ആധാർ കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങോട്ട് പോകുന്ന സാഹചര്യത്തിലും, ഇപ്പം നമ്മളിപ്പോൾ ബസ് ട്രാവൽ ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് ഒരു ആധാർ കാർഡ് ചോദിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.